കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി. രഘുനാഥിന് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി പേരാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദൻ സമ്മേളനം നടത്തി. കാക്കയങ്ങാട് പാർവതി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് എൻ. ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി യോഗത്തിലോ ദേശീയ ജനാധിപത്യ സഖ്യ യോഗത്തിലോ അല്ല വിശകലനം നടക്കുന്നത്. അവിടെ കൂലങ്കഷമായി ചിന്തിക്കുകയും ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെയാണ് കിട്ടിയത്, എങ്ങോട്ടാണ് പോയിട്ടുള്ളത്, എവിടുന്നാണ് പോയിട്ടുള്ളത്, ആരാണ് ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് കുടിശ്ശിലാക്കേണ്ടത് എന്നൊക്കെ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണികളാണ് കേരളത്തിലുള്ളത്. അത് യു.ഡി.എഫിന്റെ ഭാഗത്തായാലും എൽ.ഡി.എഫിന്റെ ഭാഗത്തായാലും ഇന്നലെ വരെ SNDP-യെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ സംസ്ഥാനങ്ങളിൽ SNDP-ക്കെതിരായിട്ടുള്ള ശീതസമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. പ്രബലമായ ഈഴവ സമുദായത്തെ ഇന്നലെ താനും തണലുമായിട്ട് അവരെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള സമുദായത്തെ ഒറ്റ രാത്രി കൊണ്ട് തള്ളിപ്പറയുകയും ഓരോ നേതാവിന്റെ മനോഗതിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണോ വിശദീകരിക്കുക അതിനനുസരിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് പോയത് മാത്രമല്ല, ജി സുധാകരന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ മനോഗതിയിൽ പോലും മാറ്റം വന്നിരിക്കും. കണ്ണൂരിലെ നേതാക്കന്മാരെ പറ്റിയിട്ട് അവർ ചെയ്തിട്ടുള്ള ക്രൂര വിനോദമായിട്ടുള്ള നരഭോജികമായിട്ടുള്ള നേതാക്കന്മാർ കണ്ണൂരിലുണ്ട്. അവർക്ക് വിനോദമാണ്, അക്രമവും ചോരയും കണ്ടുമെടുക്കാത്ത നേതാക്കന്മാരാണ് കണ്ണൂരിലുള്ളത് എന്നത് പറയുന്നത് ആരാണ്? ഇവരെ കൂടെ ഉണ്ടായിരുന്ന സന്തത സഹചാരികളായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ്. ബി.ജെ.പി ദേശീയ സമിതി അംഗവും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന സി. രഘുനാഥ് തനിക്ക് വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും വേദിയിൽ നന്ദി പറഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിൽ പേരാവൂർ നിയോജകമണ്ഡലത്തിൽ നമുക്ക് ലഭിച്ചത് 10,040 വോട്ടായി. കേവലം 5 വർഷം കഴിഞ്ഞ് 2024 തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിച്ചത് 15,474 വോട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ 50% വോട്ടിന്റെ വർധനവ് എനിക്കും എന്റെ പാർട്ടിക്കും നിങ്ങളുടെ പാർട്ടിക്കും എൻ.ഡി.എക്കും നൽകിയ നിങ്ങളെ ആദ്യമായി ഹൃദയത്തിൽ ചേർന്ന് ഞാൻ നൽകുകയാണ്. ഇതൊരു ചരിത്ര വിജയമാണ്. ഈ വിജയം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. വ്യക്തിപരമായി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കഴിവിന്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനാപരമായി നിങ്ങൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിജയക്കുതിപ്പ് നമുക്കുണ്ടാക്കാൻ സാധിച്ചത്. കണ്ണൂർ ജില്ലയിൽ ഈ നിയോജകമണ്ഡലത്തിൽ 11.57% വോട്ട് വിഹിതം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. 1989 തെരഞ്ഞെടുപ്പിന് ശേഷം 2024 എത്തുമ്പോഴത്തേക്ക് 288% വോട്ട് വർധനമാണ്. 288% വോട്ട് വർധനവ് കണ്ണൂർ പാർലമെന്റിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. തുടർന്ന് BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൈലി വാത്യാട്ട് സംസാരിച്ചു. ഭാരതത്തിലെയാണ് തിരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും ഈ ലോകരാഷ്ട്രങ്ങളിലെ വിവിധ ശക്തികൾ നരേന്ദ്രമോദിജിയെ അധികാരത്തിന് പുറത്തെത്തിക്കുന്നതിനു വേണ്ടി ഫണ്ടും പണവും സമയവും ടെക്നോളജിയും നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ അദ്ദേഹത്തിന് ശിഥിലീകരിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനം അത് അന്ന് ഇലക്ഷന് മുമ്പും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദിജി വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് ചരിത്രത്തിന്റെ താളുകളിലേക്ക് ഭാരതത്തിനെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുപോകുന്നു. ബി.ജെ.പി ഇരിട്ടി മണ്ഡലം പ്രസിഡന്റ് സത്യൻ കുമ്മേരി അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി ജില്ലാ ജനറൽ സെക്രട്ടറി M.R. സുരേഷ്, എൻ.ഡി.എ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പവിത്രൻ തൈക്കണ്ടി, ബി.ജെ.പി സംസ്ഥാന സമിതി അംഗം V.V. ചന്ദ്രൻ, മറ്റ് നേതാക്കളായ വിജയൻ വട്ടിപ്പുറം, കൂട്ട ജയപ്രകാശ്, C. ബാബു, ശ്രീകുമാർ കൂട്ടത്തിൽ, അരുൺ ഭരത്, P. കൃഷ്ണൻ, രാംദാസ് എടക്കാനം, V. മനോഹരൻ, N.V. ഗിരീഷ്, U.T. ജയന്തൻ, C. ആദർശ് എന്നിവർ പ്രസംഗിച്ചു.